ഭിക്ഷാടന മാഫിയ അഥവാ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ അത് ഒരു കാലത്ത് നമ്മുടെ ഒരു പേടി സ്വപ്നമായിരുന്നു പണ്ടൊക്കെ. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ പൗർണമി രാഹുൽ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ട് 7 വയസ്സുകാരൻ അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു ഓർമ്മയാണ് എനിക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ കാണാതെ പോകുമ്പോഴൊരു ഓർമ്മ. നല്ല ഓമനത്തുള്ളൊരു മുഖമായിട്ട് ഇന്നും അറിയില്ല ആ അമ്മ ഇന്നും അവനൊരു പിന്നീട് ഒരു അനിയത്തിയൊക്കെ ഉണ്ടായി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും ഒത്തിരി വർഷങ്ങളായി. കാരണം അവനെ ആ ഒരു ഏപ്രിൽ സമയത്താണ് അവനെ കാണാതെ, ഒരു വിഷു സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ സതയം ക്ഷമിക്കുക, എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത തന്നെ വല്ലാതെ ഞെട്ടിച്ചു. കാരണം കൊല്ലത്ത് നിന്ന് ഒരു കുഞ്ഞു വാവയെ എടുത്തുകൊണ്ട് പോകുന്നു ഒരു ഭിക്ഷാടനക്കാരി. പക്ഷേ ആ കണ്ടക്ടർ അത് ശ്രദ്ധിച്ചു. അതായത് ആ കുഞ്ഞു മലയാളവും അമ്മ തമിഴുമാണ് സംസാരിക്കുന്നത്. അമ്മയെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയുള്ളൂ, അവൾ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് സംഭവിച്ചത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി മനോവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് പോലീസിൽ ആ പരാതി എത്താൻ വൈകിയതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അത് മുതലാക്കിക്കൊണ്ടാവണം ഈ ഭിക്ഷാടന മാഫിയയിലെ ഈ സ്ത്രീ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത്. എന്തായാലും ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ്. ഭാഗ്യത്തിന് ആ കണ്ടക്ടർക്ക് അത് തോന്നി. അടൂരിൽ നിന്നാണ് അല്ലെ ഇത് സംഭവിച്ചത്. കൊല്ലത്ത് തട്ടിക്കൊണ്ട് പോയിട്ട് അടൂർ ബസ്സിൽ കയറി അടൂരെത്തി. അവിടുന്ന് പിന്നെ തൃശ്ശൂരേക്ക് പോകുന്ന വഴി, അതായത് ശരീരം പറഞ്ഞ പോലെ കൊല്ലത്താണ് ഈ സംഭവം ഉണ്ടായത്. അതായത് നാടോടി സ്ത്രീ കുഞ്ഞിനെ 4 വയസ്സുള്ള പെൺകുട്ടിയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അടൂരിൽ നിന്ന് ഇവര് ബസ്സിൽ കയറി തൃശ്ശൂരിലേക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ആ കണ്ടക്ടർ അദ്ദേഹം ദൈവത്തിന്റെ കരങ്ങൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഒരു ദൈവദൂതനായി അല്ലെങ്കിൽ ദൈവമായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വലിയ ഭാഗ്യമാണ് ഉണ്ടായത്. ഈ നാടോടി സ്ത്രീ അമ്മയെന്ന് പരിചയപ്പെടുത്തി. പക്ഷെ അവർ സംസാരിക്കുന്നത് തമിഴും ഈ കുട്ടി മലയാളവും സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിന് സ്വാഭാവികമായിട്ടും സംശയം തോന്നി. എല്ലാവരും ഇത്തരത്തിലുള്ള സംശയം വെച്ചുകൊണ്ട് നമ്മുടെ തലവേദനയാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് പിന്നീട് ചെയ്ത നടപടിയിലേക്ക് മുതിരണം എന്നില്ല. പക്ഷേ ഈ കണ്ടക്ടർ വളരെ ധൈര്യപൂർവ്വം ബസ് നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അങ്ങനെ ആ കുട്ടി സേഫായിട്ട് അവരുടെ കരങ്ങളിലെത്തി. അവിടെ ആ നാടോടി സ്ത്രീയെ അവിടെ പിടിച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് വൈകി, ഇപ്പം ശാരിക പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയോ അല്ലെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ കുട്ടിയുടെ മുത്തശ്ശി അമ്മൂമ്മ വന്നിട്ടാണ് കുട്ടിയെ തിരികെ വാങ്ങുന്നത്. അത്രയും നേരവും ആ കുഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും കൂടെ ചിരിച്ച് കളിച്ച് ഈ തന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്നോ താൻ ഇവിടെ എത്തപ്പെട്ടത് വളരെ നിർണായകമായ സമയങ്ങളിലൂടെ കടന്നു പോയിട്ടാണെന്നോ ഒന്നും അറിയാതെ വളരെ നിഷ്കളങ്കമായിട്ട് അവരുടെ എല്ലാവരുടെയും തോളിൽ കയറിയും കളിച്ചും ചിരിച്ചുമൊക്കെ അത്രയും സമയം അവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആർക്കെങ്കിലും സുരക്ഷയുണ്ടോ? അപ്പോൾ ഒന്നുകിൽ എന്തൊക്കെ പേടിക്കണം, നമ്മളെങ്ങനെ ജീവിക്കും? ആരെങ്കിലും കൊല്ലുമെന്ന് പേടിച്ച് ജീവിക്കണം, തട്ടിക്കൊണ്ട് പോകുമെന്ന് പേടിച്ച് ജീവിക്കണം, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്ന് ഭയന്ന് ജീവിക്കണം. അതായത് ഭയമില്ലാതെ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തികച്ചും എന്താ ശരിക്കും പറയേണ്ടതെന്ന് അറിയില്ല. ശരിയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് നമ്മുടെ കേരളം ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ ജനിക്കുന്ന മക്കളാവട്ടെ, ജീവിക്കുന്ന ആൾക്കാരാവട്ടെ, ഈ ഭിക്ഷാടന മാഫിയ എന്ന് പറയുമ്പോൾ സത്യം നമ്മൾ വിചാരിക്കും ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, പാവങ്ങൾ. ഒരിക്കലും ഇല്ല. ഞാൻ ഇന്ന് ആർക്കും പൗർണമി ഈ ഭിക്ഷാടന മാഫിയ ടീമുകളിൽ വന്നാൽ ആർക്കും ഞാൻ പൈസ കൊടുക്കത്തില്ല. കാരണം ഇവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരിയിലായാലും കോട്ടയത്തായാലും ട്രിവാൻഡ്രത്ത് ചെന്നാലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും എന്ന് വേണ്ട റോഡിൽ ഫുൾ ഇവരുണ്ട്. ഇവർ വന്ന ഉടനെ തന്നെ ഒരു 10 രൂപ താമ ഒന്നുമില്ല, അവർക്കൊരു കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ അവരുടനെ ഭിക്ഷ തന്നെയാണ്. പണ്ട് ചേർത്തല സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പിച്ചിക്കും. നമ്മളെ പൈസ ചോദിക്കും ആദ്യം. പക്ഷെ എന്നിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളെ പിച്ചുക, നുള്ളുക, മാന്തുക, അങ്ങനെ വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചേർത്തല ബസ് സ്റ്റാൻഡിൽ. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഇവരൊരു ബോഗിയിൽ വന്നിറങ്ങും. എറണാകുളം സൗത്തിൽ ചെന്ന് നമ്മളൊന്ന് നിന്ന് നോക്കുവാണെങ്കിൽ, വീക്ഷിക്കുവാണെങ്കിൽ ഇവർ തമ്പടിച്ചിരിക്കുന്ന എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ ബാക്കിലായിട്ടും അതോടൊപ്പം തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഈ പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഇവർ ഈ ആയിരക്കണക്കിന് ഭിക്ഷാടന ടീമുകളാണ്. ഇവരൊരു സംഘങ്ങളായിട്ട് ഓരോ ഗ്രൂപ്പുകളാണ്. നമ്മൾ മറ്റേ PR ടീം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ IT കമ്പനികളിലൊക്കെ ഓരോ പ്രൊജക്ട് മാനേജറിന് ടീമിന് എടുക്കത്തില്ല, അതുപോലെ ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, സ്ഥലങ്ങൾ അറിയാം, മലയാളം അറിയാം, കുഞ്ഞുങ്ങളെ എങ്ങനെ ആക്കിൽ തട്ടിക്കൊണ്ട് പോകും. ഇപ്പം അവർ മാനസിക വൈകല്യമുള്ള സ്ത്രീയായെന്ന് നമ്മൾ പറയുന്നു. ഈ രാഹുലിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പറമ്പിൽ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ പോയതാണ്. തീർച്ചയായിട്ടും ഭിക്ഷാടന സംഘങ്ങൾ തട്ടിക്കൊണ്ട് പോയി തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ പ്ലേയേഴ്സ് ഒക്കെ ആയിരിക്കുന്നത്. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവ എന്തെങ്കിലും നാക്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്ത് ഇവരെ മിണ്ടാതാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ദേഹം പൊള്ളിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവർ ചെയ്യിക്കും. കൊച്ചി എടപ്പള്ളിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് നമ്മൾ ഈ മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ഈ പരകായ പ്രവേശം ചെയ്യാന്ന് പറയത്തില്ലേ,
പെട്ടെന്ന് തന്നെ ഇവര് വേറെ ഏതെങ്കിലും ഒക്കെ സ്ഥലത്തേക്ക് മാഞ്ഞു പോയി കളയും. നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നത് അതെ അതെ, പല മാധ്യമ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് എന്താ ഹൈഡൻ ക്യാമറ ആയിട്ട് പോയി പല സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. അതായത് അവർക്കത് മനസ്സിലാവുന്നുണ്ട് തങ്ങളെ പറ്റിയാണ് സ്റ്റോറി ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ ശാരിക പറഞ്ഞ പോലെ 10-20 രൂപ ചോദിച്ച് വണ്ടിക്കൂലിക്കാണ്, വീട്ടിൽ പോകാൻ പൈസ ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വരും. നമ്മൾ സ്വാഭാവികമായിട്ടോ 10 രൂപയുടെ കാര്യമല്ലേ, അല്ലെങ്കിൽ 20 രൂപയുടെ കാര്യമല്ലേ, ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ആ ഒരു ദയ അല്ലെങ്കിൽ ആ ഒരു മനസ്സലിവിനെയാണ് അവർ മുതലെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ ഞാനും കൊടുക്കില്ല, പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു 10 പേരുടെ കയ്യിൽ നിന്ന് 10 രൂപ കിട്ടുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ നിസ്സാരമായിട്ട് 100 രൂപ അവരുടെ പോക്കറ്റിലേക്ക് വരികയല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആരോഗ്യപരമായിട്ട് യാതൊരുവിധ കുഴപ്പമുള്ളവരല്ല. ഈ സ്ത്രീകളുടെ കയ്യിലാണെങ്കിലും മിക്കവാറും 1-2 കുഞ്ഞുങ്ങൾ കാണും. ആ കുട്ടികളെ അവരുടെയൊക്കെ ഭാവി എന്താവും അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും ഒക്കെ, അതായത് ചിലർക്ക് വസ്ത്രം കാണും, ചിലർക്ക് അതുപോലും കാണില്ല, അവരെ എളിയിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത്. ചിലപ്പോൾ അവരുടെ കയ്യിൽ ചെറിയ ഈ കാറിൻ്റെ ഷെയ്ഡ് അടിക്കാതിരിക്കാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ പേനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുവകൾ ഒരു പേരിന് വിൽപ്പനയ്ക്കെന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഈ മൊബൈൽ സ്റ്റാൻഡുകൾ, കാറുകളിൽ വെക്കുന്ന മൊബൈൽ സ്റ്റാൻഡുകൾ. പക്ഷേ ഇതെല്ലാം ആ ഒരു പകൽ മറയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു പകൽ മാഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നമ്മളിലൊക്കെക്കാട്ടിലും കോടീശ്വരന്മാരായിരിക്കും ഇവരെല്ലാവരും. അവരുടെ ആവറേജ് ഇൻകം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം 4000-5000 ഒരാളുടെ എന്നാ പറയുന്നത്. കാരണം ഇവരതെല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുകൂടുകയും ഇവർക്കൊക്കെ നല്ല വലിയ ബാങ്ക് ബാലൻസുകളും നല്ല വലിയ വീടുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് ഈ നാടോടി സംഘങ്ങൾ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആന്ധ്ര, തമിഴ്നാട്ടിലൊക്കെ ഇതിനുവേണ്ടി മാത്രം, ഇത് കുലത്തൊഴിലാക്കി എടുത്തിരിക്കുന്ന തിരുട്ട് ഗ്രാമങ്ങൾ. അതുകൂടാതെ നാടോടി സംഘങ്ങൾ അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഏക്കർ കൃഷിയാണ് അവർക്ക് അവിടെ പണി. അവരുടെ ഫാമിലി മക്കളൊക്കെ പഠിക്കുന്ന നല്ല നിലയിലാണ്. അവർ ഈ പറയുന്ന പോലെ 2 നില വീടും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും അവിടെ തോട്ടവും ഒക്കെ ആയിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ അവർ ഇവിടെ വരുന്നത് വേറൊരു ലുക്കിലാണ്. ഈ ലുക്കൊന്നും അല്ല അവർക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ല അവിടുത്തെ ഒരു എന്താ പറയുന്നത് നല്ല ലുക്കിലുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ആ ഗ്രാമത്തിലെ ചില കേവന്മാർ, നമ്മൾ ഗ്രാമത്തിലൊക്കെ ചെല്ലുവാണെങ്കിൽ പട്ടണത്തിലുള്ള ആ ഒരു രീതിയല്ലല്ലോ, അവിടെ ഇച്ചിരി ഗ്രാമമുഖ്യന്മാരുടെയൊക്കെ ആ ഒരു ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരിവിടെ വന്ന് ഭിക്ഷാടന സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, മാഫിയകളാണ്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, ഒന്നും അവരുടെ കുഞ്ഞുങ്ങളല്ല. പല സ്ഥലങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ പിടിച്ചുകൊണ്ട് വരികയോ ചെയ്യുന്ന ഒരുവിധപ്പെട്ട കുട്ടികളാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇന്ന് സ്കൂൾ ബസ്സുകളിലാണ് മിക്ക കുഞ്ഞും, ഗവൺമെന്റ് സ്കൂളുകൾ വരെ സ്കൂൾ ബസ്സുകളാക്കിയത് കൊണ്ട് അത് ഇച്ചിരി കുറവ് സംഭവിച്ചെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ വീണ്ടും ഇതിപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളം മൊത്തം മദ്യലഹരിയിലും മയക്കുമരുന്ന് ലഹരിയിലും ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബോധമില്ല, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും ബോധമില്ല. കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൗർണമി ഈ പറയുന്ന എന്താ പറയുന്നത് ലുലുവിൽ വെച്ച് ഞങ്ങളിങ്ങനെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് കരഞ്ഞോണ്ട് പോവുകയാണ്. കോട്ടയം ലുലുവിൽ കരഞ്ഞോണ്ട് ഓടുക. കുഞ്ഞിനെ ചുറ്റിനും മാതാപിതാക്കളൊന്നും ഇല്ല. അവസാനം ലുലുവിന്റെ സെക്യൂരിറ്റി വന്ന് അതിനെ പിടിച്ചോണ്ട് പോകാൻ വന്നപ്പോൾ അച്ഛൻ എവിടുന്ന് ഓടി കരഞ്ഞോണ്ട് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടിയെ ശരിയാണ്, ലുലുവിലായതുകൊണ്ട് ചിലപ്പോൾ സേഫ് ആയിരിക്കും. കാരണം അവർ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവർ എൻട്രൻസിൽ ആ കുഞ്ഞിനെ നിർത്തും. എന്തായാലും മാതാപിതാക്കൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പായിട്ടും കാണും. കൂട്ടത്തിൽ കൊണ്ടുവന്ന സാധനം എന്തായാലും മറ്റേ എന്താ പറയുക മിഠായിയുടെ പാക്കറ്റോ അല്ലെങ്കിൽ സർഫോ ഒന്നും അല്ലെന്ന് കൊണ്ടുവന്നവർക്ക് അറിയാമല്ലോ. അപ്പൊ അത്രയും ശ്രദ്ധ ആ ഒരു പോയിന്റിൽ, കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, ഒരു പോയിന്റിൽ ശ്രദ്ധ വിട്ടു പോയി കഴിഞ്ഞാൽ അവർ പരതും. അവർ സാധനങ്ങൾ നോക്കി കൗതുകത്തോടെ മുന്നോട്ട് പോകും. അപ്പൊ ഏതെങ്കിലും അത് ലുലു ആയതുകൊണ്ട് മാത്രമാണ്, അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു ഇൻസിഡന്റ് ആണ്. ലുലു ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന എന്താ പറയുന്ന സംഭവങ്ങൾ അന്ന് അവരുടെ ഈ സെക്യൂരിറ്റിയുടെ കണ്ണിൽപ്പെടുകയും ആ കുഞ്ഞ് സേഫ് ആയിട്ട് അയാളുടെ കൈകളിൽ എത്തുകയും ചെയ്തത്. മറിച്ച് പുറത്തെവിടെങ്കിലും ആയിരുന്നെങ്കിൽ, ലുലുവിന് പകരം മാർക്കറ്റിലായിരുന്നെങ്കിൽ, ഇപ്പോൾ ബ്രോഡ്വേ തന്നെ നോക്കുവാണെങ്കിൽ, എറണാകുളത്ത് ബ്രോഡ്വേ ആണെങ്കിൽ ഒരുപാട് ഇടവഴികളുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് സേഫായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവർ നമ്മുടെ കയ്യിലിരിക്കൂ. ചിലപ്പോൾ നമ്മുടെ കൈ ഒരു മിനിറ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇടവഴിയിലേക്ക് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനും പറ്റില്ല. അതൊരു എക്സാമ്പിൾ മാത്രം. അത്തരത്തിലുള്ള ഏതൊരു തെരുവിലാണേലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മാഫിയകൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ നമ്മൾ ആ കുട്ടികളെ നോക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവരത് കൊണ്ടുപോകും. ഇതിനോടകം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പരാതിപ്പെട്ടാലും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് അന്വേഷിക്കുന്നതിനും തപ്പുന്നതിനും ഒക്കെ നമ്മളെയൊക്കെ കണ്ണുകളെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് അവരെത്രയും വേഗം ആ കുട്ടിയെയും കൊണ്ട് അവർക്ക് എങ്ങനെ കൂടുതൽ കാശുണ്ടാക്കാം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇങ്ങനെയുള്ള മാഫിയകൾക്കുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സമയത്ത് ഈ ഒരു തട്ടിക്കൊണ്ട്
തട്ടിക്കൊണ്ടുപോകൽ ട്രെൻഡായി മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു, കുട്ടികളെ എങ്ങും വിടാതെ. പ്രത്യേകിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ, ഇന്ന് സ്വർണ്ണത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇത്രയും വിലയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ സ്വർണ്ണത്തിന് വേണ്ടി, അതിപ്പോൾ പ്രായഭേദം ഒന്നുമില്ല, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല, ഒരു മാലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വളയ്ക്ക് വേണ്ടി ആ ആളുകളുടെ ജീവൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ അടുത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അങ്ങനെയുള്ള മാഫിയകൾ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് കൊല്ലത്താണെങ്കിൽ കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ എറണാകുളത്തേക്കോ വരാൻ അധികം സമയമില്ല, ഇവരെല്ലാം ഇവിടൊക്കെ തന്നെ ഉണ്ട്. അവര് എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ അധികം നാളായില്ല നമ്മുടെ ആശ്രാമ മൈതാനത്തിൽ വെച്ച ഒരു കുട്ടിയെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. കാരണം എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ വേറെ വഴിയില്ല, അത്രയും രീതിയിൽ ഫുൾ ഫോഴ്സ് വളഞ്ഞു, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞു, എല്ലാവരും അന്വേഷണം ആരംഭിച്ചു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ വല്ലപ്പോഴും നടക്കുന്നതോ അല്ല, തുടർച്ചയായി നടക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ കുട്ടികളെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് പോലും പറയാം. എന്തായാലും ഈ കുഞ്ഞിന്, ഈ 4 വയസ്സുള്ള ഈ കുഞ്ഞിന് നല്ല രീതിയിൽ ഭാഗ്യമുണ്ടായിരുന്നു, ദൈവം അതിനെ അനുഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സുരക്ഷിതരായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാഫിയകളുടെ കയ്യിൽ അകപ്പെടും, അവസാനം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള രീതിയിൽ ശ്രദ്ധിക്കുക കൂടി വേണം.